പ്രിയമുള്ളവരെ, കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന രണ്ട് രാഷ്ട്രീയ പ്രതിഭകളാണ് പിണറായി വിജയനും കെ സുധാകരനും. രണ്ടുപേരും രണ്ട് ചേരിയിലായിരുന്നു. ഒരാൾ, അതായത് സുധാകരൻ, സമാധാനവാദിയും അഹിംസാവാദിയുമായി ജീവിച്ചപ്പോൾ പിണറായി വിജയൻ കമ്മ്യൂണിസത്തിൻ്റെ പേര് പറഞ്ഞ് ഒരക്രമിയായി ആക്രമ സിദ്ധാന്തത്തിന് കൊടി പിടിച്ചുകൊണ്ട് പടയോട്ടം നടത്തിയ ധീര പോരാളിയാണ്. രണ്ടുപേരും തലശ്ശേരി ബർണൻ കോളേജിലാണ് പഠിച്ചത്. ബർണൻ കോളേജിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, അക്കാലത്ത് കീഴാളന്മാർക്കൊന്നും സ്കൂളുകളില്ലാതിരുന്ന കാലത്ത് എല്ലാ ജാതിമതങ്ങൾക്കും, എല്ലാ ജാതിമതസ്ഥർക്കും, എല്ലാ മനുഷ്യർക്കും, പാവപ്പെട്ടവർക്കും പട്ടിണിക്കാരനും പണക്കാരനുമെല്ലാം ജാതിമതം നോക്കാതെ ആദ്യമായി മതേതരമായി സ്ഥാപിച്ച, അതായത് 1862 എഡ്വേർഡ്, ഇംഗ്ലീഷുകാരനായ ക്യാപ്റ്റൻ എഡ്വേർഡ് ബർണൻ സ്ഥാപിച്ചത് ഒരു സ്കൂളാണ്. 1862 സ്ഥാപിച്ച ഒരു സ്കൂളാണ് പിന്നീട് 1890 ബർണൻ കോളേജായി ഉയർത്തപ്പെട്ടത്. ആ ബർണൻ കോളേജ് മലബാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുസ്ഥിരമായ സേവനമനുഷ്ഠിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലാണ് ഇവർ രണ്ടുപേരും പഠിച്ചത്. പഠിക്കുന്ന കാലത്ത് നമുക്കെല്ലാം അറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊന്നും പിൽക്കാല ജീവിതത്തിൽ ആരും അതൊന്നും എടുത്ത് പുറത്തിട്ട് ചികഞ്ഞു നോക്കി പോസ്റ്റ്മോർട്ടം നടത്താറില്ല. അങ്ങനെ ഈ രണ്ട് പേരും തന്നെ ആ കണ്ണൂർ ബർണൻ കോളേജിൽ നിന്ന് മുമ്പും പിറകുമായി പഠിച്ചു വന്ന് പിണറായി വിജയൻ MLA ആയും മുഖ്യമന്ത്രി 2 തവണ മുഖ്യമന്ത്രിയായൊക്കെ ഉന്നതങ്ങളിലെത്തിയപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരൻ, സമാധാനവാദിയായ കോൺഗ്രസ്സുകാരൻ 4 തവണ MLA ആയും 1 തവണ മന്ത്രിയായും പിന്നീട് MP ആയും ഇപ്പോൾ KPCC പ്രസിഡൻ്റായും ഇപ്പോഴും നിലവിൽ MP ആയും രണ്ടുപേരും 2 ഉന്നതതലങ്ങളിൽ ജീവിച്ചു വരികയാണ്. പക്ഷേ ഇവരുടെ പിന്നാമ്പുറത്തിലൊരു കേരളത്തെ മാറ്റിമറിച്ചുകൊണ്ടിരുന്ന, കേരളത്തെ ഞെട്ടിച്ച, കേരളത്തെ കലുഷിതമാക്കിയ ഒരു വലിയ രാഷ്ട്രീയ ചരിത്രമുണ്ട്. നമുക്കതറിയാവുന്നതാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ ഒരു കാലത്ത് പാർട്ടിയുടെ അമരക്കാരനായിരുന്ന, കേരളത്തിലെ അമരക്കാരനായിരുന്ന, അതായത് EMSനും മറ്റുമൊക്കെ ശേഷം വന്ന്, EMSന് ശേഷം നയനാർക്ക് ശേഷമൊക്കെ പാർട്ടി സെക്രട്ടറി പദത്തിൽ നിന്ന അമരക്കാരനായ ഈ VSൻ്റെ കാറിനകത്തൊന്ന് കയറി കിട്ടി ഒന്ന് യാത്ര ചെയ്യാൻ EKG സെൻ്ററുകളിൽ ക്യൂ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനൊരു കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹത്തെ പിടിച്ച് പിണറായി വിജയനെ തൻ്റെ കാറിൽ പിടിച്ച് കയറ്റിയിരുത്തി യാത്ര ചെയ്ത് പാർട്ടിയുടെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ അദ്ദേഹം അവസാനം ചെയ്തത് എല്ലാവർക്കും അറിയാം. അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് വെട്ടി നിരത്തി അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് പോലും കൊടുക്കാതെ, സീറ്റിന് വേണ്ടി അവസാനം പ്രക്ഷോഭങ്ങൾ, അതായത് അണികളെ പ്രക്ഷോഭം ഉണ്ടാക്കി സീറ്റ് കൊടുത്തു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ പാർട്ടിയെ തോൽപ്പിച്ചു, മത്സരിക്കാൻ നിർത്തി. ഒടുവിൽ അദ്ദേഹത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞ്, എങ്ങനെയാണ് പറയുന്നത്, മലയാള ഭാഷയിൽ പറഞ്ഞുകൂടാത്ത തരം പട്ടിയെപ്പോലെ അടിച്ചിറക്കുന്ന വിധം നമ്മുടെ VS അച്യുതാനന്ദനെ അടിച്ചിറക്കി അധികാരം കയ്യിലെടുത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും പണസമ്പാദനവും അഴിമതിക്കാരെ മുഴുവൻ കൂടണച്ചു പിടിച്ച് അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞത് നെറിയട്ടതും കുശാഗ്ര ബുദ്ധിക്കാരൻ അദ്ദേഹം കൊണ്ടും കൊടുത്തും വെട്ടും കൊലപാതകവും നടത്തി എല്ലാ തരത്തിലും ജയിച്ചു കയറിയ ഒരധികാര മോഹിയായ മനുഷ്യൻ. അദ്ദേഹം കണ്ണൂരിൽ അക്രമം പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ട് അധികാരം പിടിക്കാനായി ശ്രമിച്ച കാലഘട്ടത്തിൽ നടന്ന കൊലപാതകങ്ങളുടെ ചരിത്രം നമുക്കറിയാം. 100 കണക്കിന് പേരെ രക്തസാക്ഷികളാക്കി അതിൽ നിന്നോട്ട് നേടിയാണ് പിണറായി വിജയൻ വന്നത്. പക്ഷേ സമാധാനവാദിയും അഹിംസാ സിദ്ധാന്തവാദിയുമായ സുധാകരനെ പിടിച്ചു നിൽക്കാനായി സുധാകരൻ അഹിംസയും എല്ലാം മാറ്റിവെച്ച് ഈ പിണറായിയോടും മാർക്സിസ്റ്റുകാരോടും പൊരുതി തന്നെയാണ് അയാളും രാഷ്ട്രീയ നേതായി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. സുധാകരൻ എന്ന് പറയുന്നത് തന്തയ്ക്ക് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണ്. പിണറായി പോലെ ഒരലവലാതി രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രകൃതം, ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നും അധികാരത്തിൽ തുടരുന്നത്. അതിൻ്റെ കാരണം പിണറായി വിജയൻ 2021 ഒരു വെളിപ്പെടുത്തൽ നടത്തി.
ഞാൻ വെർണൻ കോളേജിൽ ചെന്നപ്പോൾ ഒരാൾക്കൂട്ടം കണ്ട് ആരോ പറഞ്ഞ് അത് സുധാകരനാണെന്ന്. അപ്പം ഞാൻ കൈകളിങ്ങനെ കൂട്ടിയിടിച്ചു ഒരാക്ഷൻ കാണിച്ചു. ആരടാ സുധാകരനോടോ എന്ന് ചോദിച്ചു. അപ്പോഴേ സുധാകരൻ ഓടിക്കളഞ്ഞു. ഇത് പത്രക്കാരുടെ വായിന്ന് കേട്ടപ്പോൾ സുധാകരൻ ഒരു ബോംബ് പൊട്ടിച്ചത് ഓടിയത് ഞാനല്ല, പിണറായിയാണ്. ആ ചരിത്രം പറയണമെന്ന് ചോദിച്ചു. പിന്നീട് പറഞ്ഞത് പിൽക്കാലത്ത് അയാളെ പ്രതികാരം ചെയ്ത് അയാളുടെ മോളെ ഞാൻ തട്ടിക്കൊണ്ടുപോയി എന്ന പ്രചരണം നടത്തി എന്നെ ഇല്ലാതാക്കാനായിട്ട് അവൻ ശ്രമിച്ചു എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ് പിണറായി ഇന്ന് വരെ ഒരക്ഷരം കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടിപ്പോയാൽ സുധാകരനെ വെളിപ്പെടുത്തൽ നടത്താൻ, അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു 2, 3, 4 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആ കുഞ്ഞിനെ തന്തയുടെ പ്രായമാകാനുള്ള ഒരാളിനെതിരെ പ്രചരണം അഴിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മാമാപ്പണിക്കാരനേക്കാൾ അതപ്പതിച്ച ഒരു രാഷ്ട്രീയക്കാരനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാമാപ്പണിക്കാരൻ എന്ന് പറയാൻ പെണ്ണു കൂട്ടിക്കൊടുക്കുന്നവൻ. അത്ര ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് കമ്മ്യൂണിസത്തിൻ്റെ അപ്പോസ്തലായി വാഴുന്നത്. ഈ വാഴുന്ന അദ്ദേഹം അന്നൊരൊറ്റ വെളിപ്പെടുത്തലല്ലാതെ പിന്നീട് വെളിപ്പെടുത്തിയാൽ സുധാകരൻ ഈ പിണറായി വിജയൻ്റെ, ഈ അലവലാതിയുടെ, ഈ നികൃഷ്ട ജീവിയുടെ, ഈ പരമനാറിയുടെ സകല കഥകളും വലിച്ച് പുറത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നുള്ള ഒറ്റ ഭയം കൊണ്ട് തന്നെ അദ്ദേഹം ഇന്നുവരെ മിണ്ടിയിട്ടില്ല. മിണ്ടാതെ സുധാകരൻ്റെ നേരെ നെഞ്ചുയർത്തി നിന്നൊരക്ഷരം പറയാൻ ഈ അലവലാതി പിണറായിക്കൊന്നും നാക്ക് പൊങ്ങില്ല. ഇരട്ടച്ചങ്കനി പരട്ടച്ചങ്ക് പോലും ഇല്ലാതെ ഒരു ഭിക്ഷാന്തേഹിയെപ്പോലെ സുധാകരൻ്റെ മുമ്പിൽ നിന്നും ഒളിച്ച് ജീവിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കാപട്ടി മുഴുവൻ നടത്തിക്കൂട്ടി ഈ അതായത് സർവ്വവിധ സുഖലോലുപതയുടെ സപ്രപഞ്ചത്തിൽ ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞുകൂടി കേരള ചക്രവർത്തിയായി വാണരുണ്ടുകൊണ്ട് ഈ ജനത്തിന്, സാധാരണക്കാരനായ യാതൊരു ജനത്തിനും നീതി കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനുയായികളും ആശ്രിതരുമായ സകലവിധ അഴിമതിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അംഗരക്ഷകരുടെ പരിചരണയിൽ കഴിഞ്ഞുകൂടുന്ന ഈ കേരള ചക്രവർത്തി പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കുക. എല്ലാ ചക്രവർത്തിമാരും ഹിറ്റ്ലറും മുസോളിനിയും വരെ കാലത്തിൻ്റെ യവനികയിൽ മറയുമ്പോൾ നാണം കെട്ടേ പോയിട്ടുള്ളൂ. അതുപോലെ നാണം കെട്ട് തന്നെ പോകും. സുധാകരനെ പിണറായി വിജയൻ പേടിച്ച് ഏത് വിധത്തിലും സുധാകരനൊന്നും പുറത്ത് പറയാതിരിക്കാനുള്ള ചെപ്പടി വിദ്യയിലൂടെ എന്നല്ലാതെ സുധാകരനെതിരെ നേരിട്ട് ചാങ്കുറപ്പോടെ നിന്ന് ഈ പിണറായി വിജയനെ വെല്ലുവിളിച്ച് ഒന്ന് നേടാമോ എന്ന് ഒരു കാരണവശാലും അത് സാധ്യമല്ല. അങ്ങനെ ഒരു സംഭവം ഈ കേരളത്തിലുണ്ടാവുകയില്ല. അതായത് സകലവിധ രഹസ്യങ്ങളും അറിയാവുന്ന സുധാകരൻ്റെ മുന്നിൽ ഇവൻ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് ഈ ഒരു വർഷം കൂടെ ഒന്ന് പരിച്ച് മുടിക്കുക. അതിനകം ഈ കേരളം മുഴുവൻ മുടിപ്പിച്ചുകള എല്ലാവിധ പോലീസ് അക്രമങ്ങളും സകലവിധ തെമ്മാടിത്തരങ്ങളും സകലവിധ ഗുണ്ടാപ്പണികളും ചെയ്ത് ഈ കേരളത്തിൽ ഇങ്ങനെ വാണരുളുന്ന ഈ പിണറായി വിജയനെ പുറത്താക്കിക്കൊണ്ട് ഇവിടെ നല്ലൊരു കാലം ഉണ്ടാവും. ജനാധിപത്യവും മതേതരത്വവും പുലരുന്ന മനുഷ്യൻ മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതുപോലെ കേരളീയൻ സാക്ഷരതയായി കൊല്ലും കൊലയുമില്ലാതെ ജീവിക്കുന്നൊരു കേരളം നമുക്കുണ്ടാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.